ചില വിസ്മയങ്ങളൊക്കെ ചില മണ്ഡലത്തിലുള്ളത് കൊണ്ടാണ് അത് ഡിലേ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതനുസരിച്ച് 95 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും, 27 സീറ്റുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും, 8 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കും. അവർ ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകൾ ഒരു പ്രാവശ്യത്തേക്ക് കോൺഗ്രസ്സിന് വിട്ടു തന്നിട്ടുണ്ട്. മാത്രമല്ല തൃക്കരിപ്പൂർ അവർ മത്സരിച്ച തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസ്സിന് വിട്ടു തരികയും പകരം ഞങ്ങൾ അവർക്ക് കാസർഗോഡ് ജില്ലയിലെ തന്നെ കാഞ്ഞങ്ങാട് അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. RSP 5 സീറ്റുകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ആ 5 സീറ്റുകളിലും ഇപ്രാവശ്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 5ാമത്തെ സീറ്റായ മട്ടന്നൂർ അവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച മട്ടന്നൂർ കോൺഗ്രസ്സിന് വിട്ടു തന്നിട്ടുണ്ട്. അതിന് പകരം അവർക്ക് കൊടുത്തത് പയ്യന്നൂരാണ്. പക്ഷെ പയ്യന്നൂർ ഈ പ്രത്യേക സാഹചര്യത്തിൽ RSP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന C. കുഞ്ഞകൃഷ്ണന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് RSPയും UDFും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ ശ്രീ അനൂപ് ജേക്കബിന് പിറവവും CMPക്ക് തിരുവനന്തപുരവും KDP ശ്രീ മാണി സി കാപ്പൻ മത്സരിച്ച് ജയിച്ച പാല അവർക്കും വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. RMPക്ക് വടകരയും തൃണമൂൽ കോൺഗ്രസിന് ശ്രീ PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. അങ്ങനെ 140 സീറ്റുകളുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ്സിന് കിട്ടിയ 95 സീറ്റുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ തീരുമാനിക്കും. സ്വതന്ത്രരെ പിന്താങ്ങേണ്ട മണ്ഡലം ഏതെല്ലാമാണെന്ന് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി ഇന്ന് തീരുമാനമെടുക്കും. എത്ര മണിക്കായിരിക്കും പെൻഡിംഗ് ഉണ്ട്? 55 സീറ്റുകൾ എന്നിട്ട് പ്രഖ്യാപിച്ചു. 95-40 സീറ്റുകൾ ഇനി പെൻഡിംഗ് അല്ല, അതെന്നത്തേക്കാണ്? അല്ല, അത് ഇന്ന് തന്നെയാവും. ഇന്ന് തന്നെ എല്ലാം പൂർത്തിയാവും. അതെ, ഇന്ന് കൂടുതൽ 3